കേരളത്തിൽ എവിടെയായാലും എയിംസിന്റെ തറക്കല്ലെങ്കിലും ഇടാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് വരില്ല. എയിംസിന്റെ കാര്യത്തിലായാലും സ്റ്റേറ്റിന് മൊത്തം ഒരു നേട്ടമാവുന്ന തരത്തിലായിരിക്കണം അതിന്റെ ഇൻസ്റ്റലേഷൻ. അതിനെ സംബന്ധിച്ച് ചോദ്യം വന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം പറയുകയാണ്. 2015 സൗഹൃദം മാത്രമുണ്ടായിരുന്ന സമയത്ത് പല ഡിസ്കഷനിലും ഫോണിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. പറഞ്ഞപ്പോഴൊക്കെ വിഴിഞ്ഞത്തിന്റെ കാര്യമായാലും എയിംസ് കേരളത്തിന് തരുമെങ്കിൽ ആലപ്പുഴയിൽ തരണം. ഇത്രയും അടിതെറ്റി കിടക്കുന്ന ഒരു പ്രദേശം പിന്നെ ഇടുക്കി മാത്രമാണുള്ളത്. ഇടുക്കിയും ആലപ്പുഴയുമാണ് ഏറ്റവും വലിയ ദുരിതത്തിലായിരിക്കുന്നത്. കര കയറിയിട്ടേയില്ല. ഇങ്ങനെ ഒരു എയിംസ് വരുന്നതോടുകൂടി ജോഗ്രഫിക്കലി നമുക്ക് ഇടുക്കി സാധ്യമല്ല. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചായാലും മൊത്തം സ്റ്റേറ്റിന്റെ ഒരു മൂവ്മെന്റ് ഇടുക്കി വരെ എന്ന് പറയുന്നത് ഘടനാപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ടെറൈൻ ആയതുകൊണ്ടും ആലപ്പുഴ എന്ന് അന്ന് മുതൽ പറയുന്നതാണ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാൻ ആ വാക്ക് മാറ്റിയിട്ടില്ല. ഞാൻ അന്നും കേരളത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. ഇന്ന് തൃശ്ശൂർക്കാർ തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന MP ആയിരിക്കില്ല. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തുറന്ന് ഒരു 50 സ്ഥലത്തെങ്കിലും പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഞാൻ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൃശ്ശൂരുകാരുടെ MP ആയിരിക്കണമെന്ന് അന്ന് ഹൃദയം തുറന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയും ഞാൻ പറയുന്നു, ഒറ്റ അത് മാറില്ല. ആ ഖ്യാതി നിങ്ങൾക്ക് തന്നെയാണ്. ഇപ്പോഴും ആലപ്പുഴയ്ക്ക് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. ഒരധമം അതുവഴി ഉദ്ദേശിക്കുന്നുണ്ട്. ആ അധമം ഒടിക്കണം. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. അതൊക്കെ ഒരു CBI അന്വേഷണം വരുന്നതോടുകൂടി പൊളിയും. പക്ഷേ ഇത് ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ തൃശ്ശൂരിന്റെ തണ്ടല് ഞാൻ അവിടെ പ്രകടിപ്പിക്കും. പിന്നെ അത് തൃശ്ശൂരിന് തന്നെ വേണം. പിന്നെ അത് തൃശ്ശൂര് തന്നെ എന്ന് പറയുന്നത് ഒരു പോരാളിയെ പോലെ നിങ്ങളുടെ പിന്തുണയോടെ പോരാടിയിരിക്കും. ആ വാക്കിലും മാറ്റമില്ല. പക്ഷെ ഇത് ബഹുമാനീയനായ ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് തന്നെ വരും എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അടുത്ത 29 നിങ്ങളുടെ മുമ്പിൽ വോട്ടിന് കൈനീട്ടി വരണമെങ്കിൽ കേരളത്തിൽ എവിടെയായാലും ഇതിനി ആരും വെട്ടിമുറിച്ച് നമുക്കിട്ട് പണിഞ്ഞു കളയരുത്. കേരളത്തിൽ എവിടെയായാലും എയിംസിന്റെ തറക്കല്ലെങ്കിലും ഇടാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് വരില്ല.